ഫോക്സ്റ്റൈൽ എന്ന് പറയുന്നത് അത് കാണിച്ചു തരാം. സ്ക്രീനാണ് ഇത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫോക്സ്റ്റൈൽ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഒരു അൺബോക്സിങ് അല്ല, ബോക്സ് ഒക്കെ ഞാൻ കളഞ്ഞു. അപ്പോൾ ഞാൻ പ്രൊഡക്ട്സ് കുറച്ചിങ്ങനെ വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോക്സ്റ്റൈലിന്റെ ഈ ഒരു ഡ്യൂയി സൺസ്ക്രീൻ ആണ്. ഇതിന്റെ SPF ഫാക്ടറാണ് മെയിൻ തിങ്. ഇത് 70 PA++++ ആണ്. അതായത് നല്ല രീതിക്ക് പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സംഭവമാണിത്. കൂടുതലും ഇത് ഡ്രൈ സ്കിന്നിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോർമൽ ടു ഡ്രൈ സ്കിൻ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഡ്രൈ സ്കിന്നിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം അത് മാറ്റിഫൈങ് അല്ല, ഒട്ടും ഡ്യൂയി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഇത് ടാനിൻ പ്രിവെന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നയാസിനമൈഡ്, അതുപോലെ തന്നെ പ്രോ വൈറ്റമിൻ B5, വൈറ്റമിൻ ഇ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പൊ ഈ ഒരു സൺസ്ക്രീനിന്റെ റേറ്റ് എന്ന് പറയുന്നത് 595 ആണ്. നല്ലൊരു സൺസ്ക്രീൻ. ഈ ഫോക്സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. ഈ ഒരു സൺസ്ക്രീൻ നല്ല സൺസ്ക്രീൻ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ളത്. അടുത്തത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ഫോക്സ്റ്റൈലിന്റെ ഇൻ ദ ലൈംലൈറ്റ് സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ആണ്. ഇത് പിഗ്മെന്റേഷൻ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യുന്നതാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, നയാസിനമൈഡ്, പെപ്റ്റൈഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഇതിന്റെ ഒരു കളർ എന്ന് പറയുന്നത് നോർമൽ സൺസ്ക്രീനിന്റെ ഒരു കളറല്ല, നോർമൽ മോയ്സ്ചറൈസറിന്റെ ഒരു കളറല്ല, ഒരു പീച്ച് കളർ, അങ്ങനത്തെ ഒരു കളറാണ് ഇതിനുള്ളത്. സ്മെല്ലൊക്കെ അടിപൊളിയാണ്. നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും, തിന്നാൻ തോന്നും, അതുപോലത്തെ ഒരു സ്മെല്ലാണ്. പിന്നെ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഗ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കിന്നിന്. നല്ലൊരു മോയ്സ്ചറൈസർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് 445 ആണ്. ഇങ്ങനെയുള്ള പാക്കേജിൽ വരുന്ന മിക്ക മോയ്സ്ചറൈസേഴ്സും അത്യാവശ്യം നല്ല റേറ്റിലുള്ള സംഭവമായിരിക്കും. പക്ഷെ ഇത് 445 എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആണ്. നല്ലൊരു ബ്രാൻഡും ആണ്, നല്ല മോയ്സ്ചറൈസറും ആണ്. അപ്പോൾ ഇതാണ് ഞാൻ അടുത്തായിട്ട് വാങ്ങിയിട്ടുള്ളത്. അടുത്തതായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മിൽക്കി വേ റാപ്പിഡ് സ്പോട്ട് റിഡക്ഷൻ ഡ്രോപ്സ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഒരു സിറമാണ്. ഇത് നമ്മുടെ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത്, അതേപോലെ എന്തെങ്കിലും സ്പോർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, ബ്ലെമിഷസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, എന്തെങ്കിലും മാർക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് ബേസിക്കലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടിൽ വരുന്നത്. പിന്നെ ഇത് പാല് പോലെയാണ് കാണാനായിട്ട്, വൈറ്റ് കളറാണ്. ഇങ്ങനെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി, ലൂസി ക്രീമി അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതിന്റെ സ്മെല്ല് ഒരു അടിപൊളി സ്മെല്ലാണ് ഗൈസ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പിഗ്മെന്റേഷൻ നല്ല രീതിക്ക് കുറയും, ഡാർക്ക് സ്പോട്ട്സ് കുറയും. നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 595 ആണ്. ഇങ്ങനെ ഒരു സിറം 595 കിട്ടാന്നുള്ളത് തന്നെ അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു നല്ല പ്രൊഡക്റ്റ്. ഇത് എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ അടുത്തത് വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തത് വാങ്ങിയിട്ടുള്ളതാണ് ഒരു വൈറ്റമിൻ സിയുടെ ഒരു സിറം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഇതെനിക്ക് യൂസ് ചെയ്യണം. ബ്രൈറ്റനിങ് സിറം ആണ്. ഇതും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഒരു വൈറ്റമിൻ സി സിറത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ 15% L-ascorbic ആസിഡ് ഉണ്ട്, പ്ലസ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി മാത്രമല്ല വൈറ്റമിൻ ഇ ഉണ്ട്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. വൈറ്റമിൻ സി സിറം ഫോക്സ്റ്റൈലിന്റെ ഇത്രയും പ്രൊഡക്ട്സ് അടിപൊളിയാണെങ്കിൽ വൈറ്റമിൻ സി അടിപൊളിയാവാതിരിക്കില്ലല്ലോ. ഇനി അടുത്തത് ഇതിന്റെ റേറ്റ് വരുന്നത് 595 തന്നെയാണ്. ഇതിന്റെ ഒരു പാക്കേജിങ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പാക്കേജിങ് വരുന്നത്. എങ്ങനെ തുറക്കണേ? ഇതിങ്ങനെ തുറക്കണം. ഇത് സ്ക്രീൻ പോലെയാണ് ഇരിക്കുന്നത്. സ്മെല്ലുണ്ട്. നമ്മുടെ ഓറഞ്ചിന്റെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു സ്മെല്ലാണുള്ളത്. നല്ലതാ. ആവശ്യം കഴിഞ്ഞത് ഇങ്ങനെ അടച്ചു വെക്കുകയും ചെയ്യാം. കൊള്ളാം. ഇനി അടുത്തത്, പിന്നെ ഇത്രയും സാധനങ്ങൾ വാങ്ങിയതുകൊണ്ട് അവർ നമുക്ക് ഫ്രീ തന്നിട്ടുള്ളതാണ് ഈ ഒരു ഫോക്സ്റ്റൈലിന്റെ ലവ് ബോംബ് എന്ന് പറയുന്ന ഒരു ലിപ് ബാം.
ഇതില് വൈറ്റമിൻ ഇ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ആർഗൻ ഓയിൽ ഉണ്ട്. ഇത് ബേസിക്കലി ഒരു പ്ലംബിംഗ് ലിപ് മാസ്ക് ആണ്. പിന്നെ ഇത് ഞാൻ നൈറ്റ് സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി പ്ലംബിംഗ് ആയിട്ടുള്ളൊരു നമ്മുടെ ലിപ്സിന്റെ കളറൊക്കെ റിട്ടേൺ ചെയ്യാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നല്ലൊരു സംഭവമാണ് ഇത്. ഒരു വാസ്ലിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ജെൽ കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. പെട്രോളിയം ജെല്ലി അങ്ങനത്തെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. സ്മെല്ലൊന്നുമില്ല. ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് യൂസ് ചെയ്തിട്ട് ലിപ്സ് നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആണ്. നല്ലൊരു സംഭവമാണ്. പിന്നെ എനിക്കൊരു ഫേസ് വാഷ് കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തീർത്തു ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫോക്സ്റ്റൈലിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ ഇതും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.